ഗുഡ് മോർണിംഗ്. സിന്ധുമ വ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്നെ എടുക്കുക, സുഖമായിട്ടിരിക്കുകയാണോ? ഇന്ന് ഏപ്രിൽ 1 കേട്ടോ. ഈ വീഡിയോ വരുന്നത് ചിലപ്പം ഏപ്രിൽ ഒന്നൊന്നും ആയിരിക്കില്ല, 2-3-4 ദിവസം കഴിഞ്ഞായിരിക്കും. എന്തായാലും പിന്നെ എല്ലാവരും പറ്റിച്ചു ഏപ്രിൽ ഫുള്ളായിട്ട്. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, ഞാൻ ഏപ്രിൽ ഫുള്ളായിട്ട് പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് എനിക്ക് പണി കിട്ടിയില്ല. അതിൽ പിന്നെ ഞാൻ ഇന്ന് വരെ ഏപ്രിൽ ഫുള്ളിന് പറ്റിക്കാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്തോ? എന്തായാലും ഒരു രസമുള്ള ദിവസമാണല്ലേ ഏപ്രിൽ 1 തീയതി. എല്ലാവരെയും ഒന്ന് ഇതാക്കാനായിട്ട് ഞാൻ രാവിലെ മിഷനെ കയറാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേദനയ്ക്ക് ഇന്ന് പോയിട്ടുണ്ടായിരുന്നേ. ഈ രക്തദാനം മഹാദാനം എന്ന് പറഞ്ഞോണൊക്കെ ഇതിപ്പോൾ ഈ വോൾട്ടേജ് പ്രശ്നം വലിയൊരു പ്രശ്നമാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടുന്ന് കുറേ പേര് ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ഇതൊക്കെ വെച്ചു, അപേക്ഷയൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഇതിനൊരു തീരുമാനമായിട്ടില്ല. ഇത് മിന്നാമിനി ഉണക്കിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മിഷനെ കയറപ്പെട്ടുണ്ടായിരുന്നു. മിഷൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ. ഒത്തിരി വേദനയ്ക്ക് നല്ല ഇതാണ് കേട്ടോ. ഒരു 6 മാസം കൂടുമ്പോൾ ഒരു 5 ദിവസമോ 3 ദിവസമോ 7 ദിവസമോ ഒക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഉള്ള മരുന്നെല്ലാം കൂടെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് കേട്ടോ. എനിക്കിപ്പോൾ ഒത്തിരി വേദന കുറഞ്ഞു. ഭയങ്കര വേദനയായിരുന്നു, കാല് കുത്താൻ വയ്യാത്ത വേദനയായിരുന്നു, പക്ഷെ കുറവുണ്ട് കേട്ടോ. പിന്നെ എന്നാ പറയാൻ തുടങ്ങി, ഇന്ന് ഏപ്രിൽ 1 ഞാനേ മിഷനെ കിടന്നിട്ട് ലാസ്റ്റാണ് മാറ്റേ കിടക്കുന്നത്. മാറ്റേ കിടന്ന് കഴിയുമ്പോഴത്തേനും ചേട്ടായി എന്നെ വിളിച്ചു. അപ്പം ഞാൻ മാറ്റലായതുകൊണ്ട് മിഷനിലാണ് നമുക്ക് ചാടിപ്പറിച്ച് എണീക്കാൻ പറ്റിയല്ല, അത് കഴിയുന്നോടം വരെ. മാറ്റേന്ന് എൻ്റെ വിളിച്ച് എന്നെ ഇടയെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു, ഫോണാണ് വിളിച്ചത്. എന്നെ ഇടയെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് പൊറോട്ട വേണമെന്ന് ചോദിച്ചു. പൊറോട്ട ഞാൻ രാവിലെ അവിടെ നിന്ന് കാപ്പി കുടിച്ചിട്ടാണ് പോയത്. 2 അപ്പവും കഴിച്ച് ചായയും കഴിച്ചിട്ടാണ് പോയത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കാപ്പി കുടിച്ചല്ലോ, നിനക്ക് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പൊറോട്ട അല്ലേ നമ്മൾ വേണ്ടെന്ന് പറയുമോ? ശരി മേടിച്ചോ. മുട്ടക്കറി വേണോ? ഇന്ന് ശരി വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ മാറ്റലൊക്കെ കടന്നിട്ട് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേനും ചേട്ടാ കൊണ്ട് പറഞ്ഞു, നീ കടയ്ക്കകത്ത് കയറിയിരുന്നോ, മേടിക്കാൻ പോട്ടുള്ളൂ, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കടയ്ക്കകത്ത് കയറിയിരുന്നു. ഇപ്പോൾ അപ്പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്ന് സജി വന്നപ്പോഴത്തേനും ഞാൻ വലിയ അമ്മയ്ക്ക് പറഞ്ഞു, സജി ഇന്ന് എൻ്റെ കെട്ടിയാൻ എനിക്ക് പൊറോട്ട മേടിച്ചതെന്നല്ലോ 1 തീയതി ആവുണ്ടെന്ന്. അപ്പോൾ സജി ഒരു വ്യത്യാസവും ഇല്ലാണ്ട്, എൻ്റെ ആൻറ്റി ഇത് വിശ്വസിച്ചോ? ഇന്ന് ഏപ്രിൽ 1 ഇന്ന് ഏപ്രിൽ പൂളല്ലേ, മാമൻ പറ്റിക്കാനെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ തച്ചിന് മണിക്കൂർ നേരം ഇവിടെ വന്നിരിക്കൂടാന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ട് വന്നതെന്ന്. ഞാൻ ചോദിച്ചു, എടോ മോശ, നിങ്ങൾ എന്നെ പറ്റിച്ചതായിരുന്നു ശരിക്കും? അല്ലടി, ഇവൻ ചുമ്മാ പറഞ്ഞാൽ ഞാൻ നിനക്ക് പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിച്ച് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം രാവിലെ കഴിച്ചതായതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനശ്വരമോള് പറഞ്ഞു, സാരിയൊക്കെ ഇട ഒരു ഷോർട്ട് വീഡിയോ എടുത്തു തരാമെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് നെകളിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാന്ന്. ഞാൻ പറയട്ടെ എങ്ങോട്ടേക്കാന്ന്? അയ്യോ, ഞാൻ പോയിട്ടൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് വിളിക്കുന്ന ഒരു സ്ഥലമാണ്, പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലമാണ്. പോകുന്നെങ്ങോട്ടെന്ന് പറയട്ടെ, വയനാട്ടിലോട്ട് പോവാണ് കേട്ടോ. വ്യാഴാഴ്ച ഞങ്ങൾ 10-15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് പോകുന്നത്. നമ്മൾ എന്നാ പറയുന്നത്, നമ്മുടെ ജെ സ്റ്റോഴ്സിൻ്റെ ട്രാവലറിനാണ് പോകുന്നത്. ദുഃഖവെള്ളിയാഴ്ച രാത്രി നമ്മൾ തിരിച്ച് വീട്ടിലെത്തും. അങ്ങനെ പ്ലാനിങ്ങിലാണ് പോകുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഒത്തിരിയും ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. കോഴിക്കോട്, കണ്ണൂർ, അതുപോലെ തന്നെ വയനാട്, ഈ 3 സ്ഥലം കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഫിലിമിനകത്ത് അഭിനയിക്കാനായിട്ട് കിട്ടിയപ്പം ഒറ്റപ്പാലത്ത് ആയിരുന്നു ഷൂട്ട് അതിൻ്റെ. അപ്പോൾ ചെല്ലാൻ പറഞ്ഞു, പക്ഷേ എൻ്റെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്രദേശത്തോടൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ പോകാണ്ടിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇച്ചിരി 1-2 പ്രാവശ്യം നമ്മൾ പോയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് പോകാനായിട്ട് ഒരു മനസ്സിലൊരു ധൈര്യം കിട്ടും. ഈ വായടിയിലൊക്കെ ഉള്ളൂ. പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര പേടിയൊക്കെ ഉണ്ട് കേട്ടോ സത്യമായിട്ടും. പിന്നെ നമ്മുടെ നാക്കിൻ്റെ പച്ചയിലാണ് പിടിച്ചിരിക്കുന്നത്. നാക്കിലായിരുന്നു നീ തരി കൊണ്ടുപോയെന്ന് പറയും. തൊഴിലുറപ്പിന് ചെല്ലുമ്പോഴും സംഗതി ചെല്ലുമ്പോഴും എല്ലാം ചേച്ചിമാരും ചേട്ടന്മാരും ആൾക്കാരും ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ടിരിക്കുകയാണ്. വ്യാഴാഴ്ച ആണ് ഞങ്ങൾ പോകുന്നത്. വെള്ളിയാഴ്ചയാണ് ഞങ്ങളവിടെ കാണുക. പക്ഷേ വെള്ളിയാഴ്ചയാണ് നമുക്ക് അവിടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ആരെങ്കിലും ഒക്കെ കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. പിന്നെ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കറിയാം അല്ലേ, എത്ര വീടുകളും ആ വീട്ടിലുള്ള ഓരോ അംഗങ്ങളും എന്നാ പറയുന്നത്, ഒരാളെയൊക്കെ അവശേഷിപ്പിച്ചിട്ടും ഒക്കെ വെള്ളം കൊണ്ടുപോയത് നമ്മളെല്ലാവരും കണ്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രദേശമൊക്കെ കാണാനും എന്നാ പറയുന്നത്, അവിടുന്ന് പോയ ലോകത്തിൽ നിന്ന് മൺമറിഞ്ഞു പോയ എല്ലാവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുള്ളൂ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉപ്പുതറയെന്ന് എനിക്കറിയാവുന്ന ഒരു മോന് ഈ അവിടുത്തെ ഒരു അമ്മയപ്പനും പോയി എല്ലാവരും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഭാര്യയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു.
അവരിപ്പോൾ പള്ളിക്കാലെ കടയൊക്കെയാണ്. അങ്ങനെ അന്നേരം മുതലേ എല്ലാവരും ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ദൈവമേ എനിക്ക് അവിടെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. അത് ഞാൻ ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും, ദൈവം എനിക്ക് സാധിച്ചു തരും. അതാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ആരെയും മറ്റുള്ളവരെ ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ പോകത്തില്ല. നമ്മളെ ദ്രോഹിക്കുന്നവർക്കും ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആ 2 മക്കളുടെ കഥയുള്ള കാര്യം. 2 ചെറുക്കൻ പിള്ളേർ 19 വയസ്സോ അത്രയൊക്കെ ഉള്ളൂ. അവന്മാരാന്ന് എന്നോട് വന്നിട്ട് സിന്ധു ചേച്ചിനെ നമുക്ക് ഇഷ്ടമാണ്. ആ നിപ്പും ആ പറച്ചിലൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്നേരം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇതിന് ഇവന്മാർ ഇങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് അവന്മാരെ ഇഷ്ടമുണ്ടല്ലോ, എനിക്ക് എൻ്റെ അപ്പൂനെ പോലെ, അപ്പൂനെ എന്നാ പറഞ്ഞാൽ അതിനെക്കാട്ടി ഇഷ്ടമുള്ള പ്രായം കൂടുതലുണ്ട്, അങ്ങനെ ഉള്ളൂ, എനിക്ക് അവന്മാരെ ഇഷ്ടമുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ ഇവന്മാർ ഇങ്ങനെ പറഞ്ഞു. പിന്നെയാണ് അവന്മാരുടെ ടോണ് മാറുന്നു, അവരുടെ എന്നാ പറയുന്നത് അത്ര ക്ലിയർ ആയിട്ടുള്ള സംസാരവും നോട്ടവും ഒന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ സ്ട്രോങ് ആയിട്ട് പവറായിട്ട് തന്നെ പറഞ്ഞത്. അപ്പം തന്നെ ഒന്നും മിണ്ടിയില്ല കേട്ടോ. സിന്ധു ചേച്ചി ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയങ്ങ് പോയി. പക്ഷേ പിറ്റേ ദിവസം ഞാൻ ചെന്നിട്ട് അവന്മാരോട് ആദ്യം പറഞ്ഞ ഭാഷ എൻ്റെ അടുത്ത് വന്നു, വിളിച്ചു. അപ്പോൾ വേറെ 3-4 പിള്ളേരൂടെ ഉണ്ട്. അപ്പോൾ അവന്മാരുടെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഇന്നലെ എന്നോട് ഇഷ്ടമുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടമുണ്ട്. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമുണ്ട് എൻ്റെ അപ്പുമോനെ പോലെ. പക്ഷേ നിങ്ങൾ ഏത് ഇഷ്ടമാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്നോട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒരു ചേച്ചീനെ പോണക്കോ ഒരു കൂടപ്പുറപ്പിനെ പോണക്കോ ഉള്ള സ്നേഹം മതി. ഇത്രയും കാലം ഉണ്ടായിരുന്നൊരു സ്നേഹം ഉണ്ടല്ലോ, ആ ഒരു സ്നേഹം മതി. ഇപ്പം ഞാനിത് എൻ്റെ വീട്ടുകാരോടോ നിങ്ങളുടെ വീട്ടുകാരോടോ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥയെന്നറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ 2 പേരുടെയും മുഖത്താകെപ്പാടെ വിഷമവും സങ്കടവും ഭ്രമവും ഒക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങളെ ശരിക്കും ഞാൻ എൻ്റെ കുഞ്ഞനിയന്മാരെ പോലൊക്കെ കുഞ്ഞ് ആങ്ങളമാരെ പോലെയൊക്കെ കണ്ടേക്കുന്നത്. തെറ്റുപറ്റാൻ ഒരു ശകല സമയം മതി. പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് കയറി വരണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും. നിങ്ങളുടെ ജീവിതം എന്നാ, നിങ്ങളിപ്പോൾ പഠിക്കേണ്ട പ്രായമല്ലേ, നിങ്ങൾ പഠിക്കേ, ജോലി മേടിക്കേ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നല്ല പെൺകുഞ്ഞുങ്ങളെ കിട്ടും. അത് അങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്. അല്ലാണ്ട് ആരോടും എന്നോടെന്നല്ല, എന്നോട് പറഞ്ഞു തരിക്കട്ടെ, ഞാനിപ്പോൾ നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷ പറഞ്ഞു തരിക. ഇനി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കല്ല. സിന്ധു ചേച്ചിക്ക് വേറൊരു മുഖവും കൂടെ ഉണ്ട്. ഇപ്പം നിങ്ങളോട് ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയല്ല പറഞ്ഞു തരുന്നത്. ഒരു അമ്മേനെയോ അല്ലെ ഒരു ചേച്ചീനെയോ ഒക്കെ പോണൊക്കെ നിങ്ങൾക്ക് കരുതാം. അല്ലാണ്ട് ഉള്ള സ്നേഹം എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ശരിക്കും 2 പേരുടെ മുഖത്ത് സങ്കടം വന്നു. ഇപ്പോഴും ഒരാൾ ഇവിടുന്ന് സ്ഥലം വിട്ട് പോയി, ഒരാൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. എവിടെ ഉപ്പുകാരം വെച്ച് കണ്ടാലും സിന്ധു ചേച്ചി എന്നാ ഉണ്ട്, വിശേഷം, സുഖമാണോ എന്ന് ഇപ്പോഴും ചോദിക്കും. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ ശാസിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് ചില തെറ്റുകളിൽ നിന്നൊക്കെ തിരുത്താനും പറ്റും, നമുക്കും നേരെയാവാൻ പറ്റും അല്ലേ. ആ ഒരു നിമിഷം നമ്മൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമാടാ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിരുന്നെങ്കിലോ. ഇന്നത്തെ ഒരു ജനറേഷൻ ആണെങ്കിൽ എന്നാ പറയുന്നത്, ഒരു ബൈക്കും ഒരു ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കത്തില്ല അല്ലേ. അങ്ങനെയല്ല നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ അതൊന്നുമല്ല ജീവിതത്തിൽ ഓരോ കാര്യം. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ആരെങ്കിലും ദ്രോഹിക്കാൻ വരുമ്പോഴും നമ്മൾ നല്ല മനസ്സോടുകൂടി ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചുകൊണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിച്ചം തന്നെ വന്നുകൊണ്ടിരിക്കും. സത്യം. അപ്പോൾ അങ്ങനെ. പിന്നെ എനിക്ക് ബൈക്കിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ബൈക്കിലൊന്നും കയറിയിട്ടില്ല, സൈക്കിളൊന്നും ചവിട്ടിയിട്ടില്ല, ബൈക്കിലൊന്നും കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ 3 ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞാലും അവന്മാർ ബൈക്കൊന്നും ഇല്ലായിരുന്നു. ബൈക്ക് ഓടിക്കണമെന്നൊക്കെ അവന്മാർക്ക് ആഗ്രഹമൊക്കെ കാണും. പക്ഷെ അതൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. എൻ്റെ ആൾട്ടനൊക്കെ മരിച്ച് ഞങ്ങൾ തന്നെയൊക്കെ താമസിച്ചതിന് ശേഷമൊക്കെയാണ് അവർ ബൈക്കൊക്കെ മേടിക്കുകയും ഓടിക്കാനൊക്കെ തുടങ്ങി. 3 പേരും ബൈക്ക് ഓടിക്കുകയും പറക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ 2 പിള്ളേരുടെ കൂടെ ഒപ്പം തന്നെ കളിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വീട്ടിൽ 2 ചെറുക്കൻ പിള്ളേരുണ്ട്. അവന്മാരുടെ അടുത്തായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നത്. അലക്കാൻ പോകുമ്പോഴും കുടിക്കാൻ പോകുമ്പോഴൊക്കെ. അയ്യോ, അവരുടെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോൾ ഇവന്മാരെന്നാ ചെയ്യുന്നറിയോ, മൈദായും സാധനമൊക്കെ കുടിച്ചിട്ട് സിന്ധു ചേച്ചി ഞങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടാക്കി തരാമോ സിന്ധു ചേച്ചി ചോദിക്കും. ഇപ്പോഴും അത്രയും പൊന്നു മക്കളാണ് അതുങ്ങൾ. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള കൂട്ടാണ് ഇതുങ്ങളും. അപ്പം അങ്ങനെ എനിക്ക് അതുങ്ങളെ എല്ലാവരും ഒരേ മുണക്ക ഫീൽ ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്നത്. എന്നിട്ട് അതിലൊരുത്തനുണ്ടേ, അവൻ ഒരു ദിവസം ഞാൻ ഉപ്പുപാറ സിറ്റിക്ക് പോയി കുഞ്ഞുങ്ങളെ നോക്കാനങ്ങാണ്ട് അങ്ങനെ പോട്ട് ചെയ്യാൻ നടന്നു വരുക. അപ്പോൾ അവൻ ഒരു ബൈക്ക് ഓടിച്ചോണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ കൈ കാണിച്ച് നിർത്തിയിട്ട് ചോദിച്ചോടാ നീ ബൈക്ക് ഓടിച്ചേ? ഇല്ല, ഇതെൻ്റെ കൂട്ടുകാരൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ എനിക്ക് ബൈക്കിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു. അത് സിന്ധു ചേച്ചി കയറിക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റായിട്ട് കയറുന്നത് അജേഷിൻ്റെ ബൈക്കിലാണ്. അജേഷ് ഓടിച്ച ബൈക്കിലാണ് കേട്ടോ. എൻ്റെ ദൈവം ഞാൻ ഇപ്പോഴും അത് ഓർക്കും. അത് ഇനി ചേട്ടനോടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിൽ കയറാനായിട്ട്. ഭയങ്കര എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ആനപ്പുറത്ത് കയറുന്നതിനെക്കാട്ടി ഭയങ്കര എന്തോ ഒരു സന്തോഷമാണ് കയറാനായിട്ട്. എന്നിട്ട് ചേട്ടായിക്ക് വന്നേരം ബൈക്കില്ല. എന്നിട്ട് ചേട്ടായി രാജ് സാറിനോടും ചേട്ടയുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയും ഒക്കെ ബൈക്ക് എടുത്തുകൊണ്ട് വരും. ചേട്ടായി ലീവുള്ള ദിവസം
ചേട്ടായിക്ക് ഞായറും തിങ്കളും അവധിയാണ് റേഷൻ കടയിലായിരുന്നപ്പം. അപ്പോൾ ചേട്ടായി എടുത്തോണ്ട് വരും. എനിക്ക് പക്ഷേ ഞായറാഴ്ച കടയുണ്ട്. തിങ്കളാഴ്ച എന്നിട്ട് പിള്ളേർ സ്കൂളിലൊക്കെ പോകും. ചേട്ടായി എന്നെ അതിൽ ഒത്തിരി ദൂരോട്ടൊന്നും ഒന്നും അല്ലെങ്കിലും അതിൽ ഇതിലേക്ക് കൊണ്ടു നടക്കും ബൈക്കേൽ. പിന്നെ ഞങ്ങൾ മുണ്ടക്കയത്തിന് പോകും, ബൈക്കേന് മുണ്ടക്കയത്തിന് പോകും, അല്ലെ കാഞ്ചാറ് വീട്ടിലോട്ട് പോകും. അങ്ങനെ എൻ്റെ ബൈക്ക് കൊതി തീർത്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ദൈവം എന്നെ സ്വന്തമായിട്ട് ബൈക്ക് സ്കൂട്ടി ഓടിക്കാനായിട്ട് പഠിപ്പിച്ചു. സ്വന്തമായിട്ട് എവിടെ വേണേലും പോകാനായിട്ട് പഠിച്ചു. പൊൻകുന്നത്തിന് വരെ പോയി, കാഞ്ഞിരപ്പള്ളി പോയി, മുണ്ടക്കയം പോയി, കട്ടപ്പന പോയി, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഇപ്പം ഞാൻ വാഗമണ്ണ് പോയി. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി. വാഗമണ്ണിൻ്റെ തൊട്ടടുത്ത് വരെ പോയി, സിറ്റി പോയില്ല കേട്ടോ. അത് ഞാൻ തന്നെയാണ് പോയത്. അന്ന് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പേ പോയത്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കടന്നില്ല കേട്ടോ. അങ്ങനെ അതാ നമ്മൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നോ അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, കഠിനമായിട്ട് പ്രയത്നിക്കുക. നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. അപ്പോൾ അത് ഉറപ്പായിട്ടും നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്നിരിക്കും, ഉറപ്പായിട്ടും എത്തിച്ചേർന്നിരിക്കും. പിന്നെ ഞാനിപ്പം റീൽസും ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ പോയതായിരുന്നേ. ആറ്റി പോയി എടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര പൊരി വെയിലായിരുന്നേ. പൊരി വെയിലെന്ന് വെച്ചാൽ പൊരി വെയിൽ 10:11 അപ്പം ഞാൻ പറഞ്ഞു, ആ കൊച്ചും വെയിൽ ഉള്ളിയല്ല അനുസരിച്ച് പോകണം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട പോലെ നമുക്കെന്നാ പോയേക്കാടി എന്നും പറഞ്ഞുകൊണ്ട് കയറി വരുക. അപ്പം എനിക്ക് സാരിയും കൂടി ഇട്ടിട്ടേ ഭയങ്കരമായിട്ട് ചൂട്. അപ്പം ഞാൻ അവിടെ ഒരു മരത്തിൻ്റെ ചൂട്ടിൽ പെട്ടെന്ന് കയറി നിന്നു. അപ്പോൾ വലിയ ഒരു കൂളിങ് കിട്ടി ആ മരത്തിൻ്റെ ചൂട്ടിൽ നിന്നപ്പം. അപ്പം ഞാൻ മനസ്സിൽ പെട്ടെന്ന് ചിന്തിച്ച കാര്യം എന്നാണെന്നറിയോ, ക്ഷമയെന്ന് പറഞ്ഞാൽ ഒരു മരം മുണക്കാം ശരിക്കും, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ക്ഷമയെന്ന് പറഞ്ഞാൽ നല്ല പടർന്ന് പന്തരിച്ച് നിൽക്കുന്ന തണുപ്പ്. അപ്പം ശരിക്കും ഉണ്ടല്ലോ, ഇപ്പം ആ മരത്തിൻ്റെ കീഴെ കയറി നിന്നപ്പോൾ എനിക്കൊരു നല്ല സുഖം തണുപ്പൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത കാര്യം എന്നറിയോ, ക്ഷമ ശരിക്കും ഒരു വൃക്ഷം മുണക്കാണ് കേട്ടോ. കൈപ്പുള്ള മരങ്ങളൊക്കെ കാണത്തില്ലേ, പക്ഷെ ആ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിക്കുമ്പോൾ എന്നോ തണുപ്പാ, എന്നോ സുഖമാണ്, എന്നോ കൂളിങ്ങാ, അല്ലേ? എന്ന് പറയുമ്പോൾ നമുക്ക് പടർന്ന് പന്തരിച്ച ഒരു മരം ഇങ്ങനെ എന്നാ പറഞ്ഞാൽ കിളികൾക്ക് കൂടുവാർക്കാൻ, നമുക്ക് തണുപ്പേകാൻ, നമുക്ക് ഓക്സിജൻ തരാൻ ഒക്കെ ഏതൊരു കൈപ്പുള്ള മരത്തിനാണേലും സാധിക്കും, അല്ലേ? എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയാലും നമുക്കൊന്ന് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്, മറ്റാരെങ്കിലും നമ്മളെ ഒന്ന് ദ്രോഹിക്കാൻ തുടങ്ങിയാലും നമുക്ക് അവരോടൊന്ന് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വേണ്ട, പ്രതികരിക്കണ്ട, ദൈവത്തിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കാം. ഇതല്ലേ ഭയങ്കര സങ്കടം വരുവാണോ, നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കയറിയെന്ന് കഥ കടച്ചിട്ട് വലിയ വയൽ കരയാം, മറ്റാരും കേൾക്കാതെ. അതൊക്കെ ഒരു ക്ഷമയാണ്. ക്ഷമിക്കുന്നതിനനുസരിച്ചുണ്ടല്ലോ നമ്മുടെ ജീവിതം പടിപടിയായിട്ട് ഉയർന്നുകൊണ്ട് വരും. എല്ലാവരോടും ക്ഷമിക്കാൻ പഠിക്കുക, നല്ലൊരു ശീലമാണത്. ക്ഷമ ആട്ടുസൂപ്പിൻ്റെ ഫലം ചെയ്യും എന്നാണ് പറയുന്നത്, അല്ലേ? ഇതൊക്കെ കുറേയൊക്കെ ഞാൻ വായിക്കുകയും ഇങ്ങനെ ഈ ഓരോ വാർത്തകൾ കാണുകയും ഓരോ മനുഷ്യരുടെ ഇടപെടലിൽ നിന്നും ഒക്കെ കണ്ടുപഠിച്ചേക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നാവും ചിലരൊക്കെ ഞങ്ങളുടെ പണ്ടൊരു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നുണ്ടേ, അതിരുമാന്തിച്ചിയാണ്. തൊട്ടടുത്ത് പറഞ്ഞിട്ട് അതിരുമാന്തും. എൻ്റെ പൊന്നെ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാം. പക്ഷെ ആ ഒരു വീട്ടിലെ ചേച്ചിയും കെട്ടിയാണ് സപ്പോർട്ടാട്ടോ അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്നും പറഞ്ഞുകൊണ്ട് അവരും വേലി കെട്ടുന്നു, കുത്തുന്നു, അങ്ങനെയൊക്കെ പരിപാടികളാണ്. തിരിക്കാൻ അങ്ങനെ. അപ്പം ശരിക്കും യഥാർത്ഥത്തിൽ ഇപ്പുറത്ത് നിൽക്കുന്നവരുടെ പറമ്പ് അവർ മാന്തി എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അവർ തന്നെ ഇവരോട് ദേഷ്യപ്പെടുകയും ഭയങ്കര കലി, ഭയങ്കര തുള്ളലും എല്ലാമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അന്നേരം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ദേഷ്യപ്പെടുമായിരുന്നു. എങ്കിലും ആ ചേച്ചി പറയുമായിരുന്നു, നമ്മൾ ആരും മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, അവർ മാന്തി എടുക്കട്ടെ, നമുക്ക് 2 കുഞ്ഞുങ്ങളല്ലേ ഉള്ളൂ, നമുക്ക് അതുങ്ങളെ പോറ്റാനുള്ളത് ദൈവം ആയുസ്സും ആരോഗ്യം തരണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ഒരു വഴക്കിന് പോകണ്ട, ക്ഷമിച്ച ആട്ടുസൂപ്പിൻ്റെ ഫലമാണ്, വേണ്ട ഒന്നിനും പോകണ്ട. അവരാണേ ഉണ്ടല്ലോ 2 വീട്ടുകാരും ക്രിസ്ത്യാനികളാണ്. ശരിക്കും ഞാൻ പറയും ബൈബിളിനകത്തേതും അതുപോലെ തന്നെ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിന് സമമാണ്, ദൈവത്തെയാണ് ഉള്ളിലിട്ട് നമ്മുടെ കുർബാനയായിട്ട് സ്വീകരിക്കുന്നത് എന്നൊക്കെയല്ലേ, കുമ്പസാരിച്ചാൽ നമ്മുടെ ഇതെല്ലാം തീരും എന്നൊക്കെയാണ്. പക്ഷെ എന്നും ഈ അലമ്പ. പക്ഷെ ആ ഒരു വീട്ടിലെ ചേച്ചി ശാന്തമായിട്ട് സമാധാനമായിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പുറത്തെ വീട്ടിൽ 3 പിള്ളേർ, അപ്പുറത്തെ വീട്ടിൽ 2 പിള്ളേർ. എന്നിട്ട് ഈ 3 പിള്ളേരുള്ള ഈ മാന്തിക്കൊണ്ടിരുന്നില്ലേ, ആ 3 വീട്ടിലെയും പിള്ളേർ എന്നാ പറഞ്ഞേ, കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അഡിക്റ്റായി. ഒരുത്തരാണ് കേസും പുക്കാറും എന്നും അപ്പന് ഈ സ്റ്റേഷനിൽ കയറാനായിട്ടും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ളായിരുന്ന സമയം. ആ സമയത്ത് ഇപ്പുറത്തെ പിള്ളേരുണ്ടല്ലോ ഈ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നേ, വലിയ സാമ്പത്തികം ഇല്ല എന്നാൽ അവറേജ് കുഴപ്പമില്ല. എങ്ങനെയാണോ അതുങ്ങൾ പഠിച്ച് രക്ഷപ്പെട്ട്
പുറത്ത് പോയി നല്ല ലെവലായി, നല്ല വീട്. അതും ആ വീട് അവിടെ നിലവിൽ നിൽക്കുമ്പം തന്നെ റോഡ് സൈഡിൽ, മെയിൻ റോഡ് സൈഡിൽ അവർ നല്ല അടിപൊളി വീടൊക്കെ വേറെ സ്ഥലം മേടിച്ച് വെച്ചു, ഈ പിള്ളേർ 2 എണ്ണം കൂടെ. ആ സമയത്ത് അപ്പുറത്ത് ഈ എന്നും അതിന് മാന്തി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ മക്കളില്ലേ, 3 അലമ്പന്മാരായിപ്പോയി. അടിയും പിടിയും വഴക്കും പ്രശ്നവും. എന്നിട്ട് 2 കല്യാണം കഴിച്ചിട്ട് ഈ പറഞ്ഞ കണക്ക് ആ പെണ്ണുങ്ങളെ ദ്രോഹവും വഴക്കും, കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ വഴക്കും ഒക്കെ. ഒരു മോൻ കെട്ടിയില്ല. അവൻ എന്നെ ഇരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെട്ടാതെ ഇങ്ങനെ കള്ള് കുടിച്ച് ഇങ്ങനെ ദാർവാറായിട്ട് നടക്കുമായിരുന്നു. വീട്ടിൽ വന്നു, വന്നില്ല അങ്ങനെയായി. അവൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്തോ വയ്യായി വന്ന് അവനങ്ങ് മരിച്ചുപോയി. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ മക്കൾക്ക് 3 വേണ്ടിയിട്ടല്ലേ ഈ അതിന് മാന്തിയത് പൊത്തോ. ഞാനിതൊക്കെ എന്നാ പറയുന്നതെന്നറിയോ, അനുഭവം. ഇത് ഓരോന്ന് കാണുമ്പോഴാണ് ഞാൻ ശരിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലത് ശരിക്കും പതിഞ്ഞിരിക്കും. നല്ല കാര്യങ്ങൾ അതിനകത്ത് നല്ലത് ഏതാണ്, ചീത്ത വശം ഏതാണെന്ന് ഞാൻ ചിന്തിക്കും. ഞാൻ ആ മറ്റേ ചേച്ചി എപ്പോഴും, ഞാൻ വെള്ളത്തിനൊക്കെ ചെല്ലുമ്പോൾ ആ ചേച്ചി പറയും, പോട്ടെ, കെട്ടിയതുകൊണ്ട് സമാധാനപ്പെടുത്തുക, പോട്ടെ, നീ സാരമില്ല, നിങ്ങൾ വഴക്കിന് നിൽക്കണ്ട, നമുക്ക് 2 മക്കളല്ലേ ഉള്ളൂ, വേണ്ട, പോട്ടെ എന്ന് ആ ചേച്ചി പറയുമായിരുന്നു. എപ്പോഴും ക്ഷമിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. പിന്നെ നമുക്ക് പ്രതികാരം ചെയ്യാൻ നമുക്ക് അവകാശമില്ലെന്ന് ആ ചേച്ചി പറയുന്ന പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. പ്രതികാരം നമുക്ക് പറഞ്ഞേക്കുന്നതല്ല, പ്രതികാരം ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കരുതെന്ന്. സത്യമല്ലേ? അവർ പ്രതികരിക്കാനും പോയില്ല. ആ ചേച്ചിയുടെ പ്രാർത്ഥനയായിരിക്കും ആ കുഞ്ഞുങ്ങൾ നല്ല ലെവലെത്തിയത്. അത്രയും നല്ല ലെവലിലെത്തിയ പിള്ളേർ. ഈ 3 മക്കളും ഇതായിപ്പോയി. ഇപ്പോൾ ആ ചേട്ടനും മരിച്ചുപോയി, ചേച്ചി നല്ല പ്രായമായി, ആരും നോക്കാനും ഇല്ല. മക്കൾ കല്യാണം കഴിച്ചവരും നോക്കുന്നില്ല. മറ്റേ ഒരു ചെറുപ്പം കൊച്ചുണ്ടായിരുന്നു, മരിച്ചും പോയി. വെട്ടിക്കൂട്ടി നാട്ടുകാരുടെ എല്ലാം കൂടെ പിടിച്ച് സമ്പാദിച്ച് വെച്ചിട്ട് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ആ പുള്ളി മരിച്ചപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? അതുകൊണ്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയുള്ള ഓരോ പാഠങ്ങളും പഠിച്ചേക്കുന്നുണ്ട്. ഞാൻ കൂടുതലും നമുക്ക് വലിയ സമ്പാദ്യവും കാര്യങ്ങളും ഒന്നും വേണ്ട, പക്ഷെ നമുക്ക് അന്നന്ന് ജീവിച്ച് പോകാനുള്ള ഒരു വരുമാന മാർഗം വേണം. പിന്നെ വലിയ കാര്യത്തിൽ നമ്മൾ ഒരു കാരണവശാലും ഒന്നും സമ്പാദിച്ചു കൂട്ടി വെക്കരുത്. അവരവർ പണി ചെയ്ത് ജീവിക്കാനായിട്ട് അവരവർക്കൊരു സ്പേസും കഴിവും കൊടുക്കണം, അല്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് കയറി വന്നപ്പോഴൊക്കെ അങ്ങനെ ഒരു ചാൻസ് എല്ലാവർക്കും കൊടുക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പിൽ എൻ്റെ സുച്ചേച്ചി, തിരുവല്ലയിലുള്ള സുച്ചേച്ചിയില്ലേ, സുച്ചേച്ചി ഒരു മെസ്സേജ് ഇട്ട് തന്നേക്കണേ. അപ്പനും അമ്മയും മക്കളും കൂടെ എടുത്തേക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ മാതിരിയുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതിനകത്ത് ഭയങ്കര ഒരു ഗുണപാഠമുണ്ട്. എന്നാണെന്നറിയോ, അപ്പനും 2 മക്കളും കൂടെ നിൽക്കുകയാണേ. എന്നിട്ട് അമ്മ പറയുന്നു, വീഡിയോ എടുത്തേക്കുന്നത് അമ്മ പറയുന്നു, നിങ്ങളെ പിന്നെ 8 വയസ്സിന് താഴെയുള്ളപ്പോൾ സൈക്കിൾ കിട്ടിയവർ 1 അടി മുമ്പിലേക്ക് വരിക. അപ്പോൾ ആ മക്കൾ 2 മുമ്പിലോട്ട് വന്നു, അപ്പം പുറകിൽ നിൽക്കുക, അപ്പന് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞപ്പം പറഞ്ഞു, എല്ലാ വിശേഷ ദിവസങ്ങളിലും പുതിയ ഡ്രസ്സ് കിട്ടിയിട്ടുള്ളവർ 1 അടി മുമ്പോട്ടേക്ക് വരിക. അപ്പോഴും ഈ മക്കൾ 2 മുമ്പോട്ടേക്ക് വന്നു. ആ മനുഷ്യൻ അവിടെ തന്നെ നിൽക്കുക. പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുണ്ടേ പോലും ആർഭാടത്തിന് ഒരു ഡ്രസ്സും ഒരു പേരൻസും മേടിച്ചു കൊടുക്കുകയായിരുന്നു. നിവൃത്തി ഉണ്ടേ പോലും 1-2 ഡ്രസ്സുണ്ട്, അത് അലക്കി ഉണങ്ങി തേച്ച് വന്ന് കുണ്ടിയും കീറിയ നിക്കറും ഒക്കെ ആയി, ബട്ടൺസ് പറഞ്ഞു പോയ ഷർട്ടും ഒക്കെ ആയി കഴിയുമ്പോഴേ പിന്നെ ഒരെണ്ണം മേടിച്ചു കൊടുക്കത്തുള്ളൂ. ഉള്ളവരാണെങ്കിൽ പോലും അങ്ങനെ ഓവറായിട്ട് മേടിച്ചു കൊടുക്കില്ല. ഇന്നും വിശേഷത്തിനൊക്കെ നമ്മൾ എപ്പോഴും മേടിച്ചു കൊടുക്കുമല്ലേ, ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തുന്നതിൻ്റെ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു, 1 ദിവസം പോലും പട്ടിണി കിടക്കാത്തവർ, ജീവിതത്തിൽ ഇതുവരെ 1 ദിവസം പോലും പട്ടിണി കിടക്കാത്തവർ, ഒരു നേരമെങ്കിലും പട്ടിണി കിടക്കാത്തവരും 1 സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുക. അപ്പോഴും മക്കൾ മുമ്പോട്ട് വെച്ചു. എന്നിട്ട് ഈ മക്കളും തിരിഞ്ഞു നോക്കി, ഈ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടോ, വരുന്നുണ്ടോ? അപ്പോൾ അച്ഛൻ അവിടെ തന്നെ നിൽക്കും. അച്ഛന് ഈ സൗഭാഗ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും ആ അമ്മ ഒരു ഇത് പറഞ്ഞു, 10 വയസ്സിന് താഴെ വീട്ടിലെ വിഷമവും ബുദ്ധിമുട്ടും കൊണ്ട് കഷ്ടപ്പെടാൻ അധ്വാനിക്കാൻ പോയിട്ടുള്ളവർ മുമ്പോട്ട് കാല് വെക്കാന്ന്. അപ്പം മക്കൾ 2 അവിടെ നിന്നു. ആ മനുഷ്യൻ മുമ്പോട്ട് ഒരു പടി വെച്ചു. ഇപ്പം നമ്മുടെ മക്കളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു എന്നാ പറയുന്നത്, കമ്പ്യൂട്ടർ മാതിരിയാണ് ശരിക്കും, അല്ലേ? എല്ലാ സാധനങ്ങളും മേടിച്ച് പറക്കി കൊടുക്കുന്നു. അയ്യോ, അവൻ പഠിക്കുക. ആരെങ്കിലും ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ എന്നാ പറയുന്നത്, മക്കളൊന്നും ഇറങ്ങി വരത്തില്ല. പണ്ടൊക്കെയാണെങ്കിൽ മക്കൾ ഓടി ഇറങ്ങി വരും, ആര് വീട്ടിൽ വന്നാലും വരും. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന പലഹാരം കിട്ടുമല്ലോ എന്ന് ഓർത്തെങ്കിലും വരും. വന്ന് എല്ലാവരുമായിട്ടൊന്ന് മിണ്ടിപ്പിറക്കും. ഇന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടോ കണ്ടുണ്ടോ? മക്കളൊക്കെ ഓരോ മുറിയിലായിരിക്കും, അപ്പനും അമ്മയും വേറെ ഓരോ മുറിയിലായിരിക്കും, എല്ലാം 4 സൈഡിലായിരിക്കും. 4 കൈ ഓരോ ഫോണും കാണും. ശരിയല്ലേ? എന്നിട്ട് പിള്ളേരെന്തി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അയ്യോ പഠിക്കുക കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെയാ ഇങ്ങനെയാ, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്യൂട്ടി വീട്ടിൽ ഇരുന്ന് ചെയ്യുമല്ലോ ഡ്യൂട്ടി, അതാണ് അങ്ങനെ. ഈ വരുന്ന നമ്മുടെ ഒരു അതിഥികൾ വരുന്നവരോട് പോലും ഒരു സ്നേഹത്തോടെ ഉള്ളൊരു മിണ്ടാട്ടമോ ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മുടെ തലമുറ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പണ്ടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ
പൊളി വൈബായിരുന്നു, പവറായിരുന്നു. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അമ്മ പറയായിരുന്നേ, പെൺപിള്ളേർ വന്ന് ഒളിഞ്ഞു നോക്കരുത്, എത്തി നോക്കരുത്, ഫ്രണ്ടിലോട്ട് വരരുതെന്നൊക്കെ. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വന്നാൽ, നമ്മുടെ വീട്ടിൽ വേറെ അങ്ങനെ എന്നാ പറയുന്നത് ഉള്ളവരൊന്നും വരത്തില്ല, നമുക്ക് വേണ്ടപ്പെട്ടവരെ വരുന്നുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും വരും. എന്നിട്ട് പാട്ടും ചീരിയും കൂത്തും മേളാങ്കവും ഒക്കെ ആയിരിക്കും. നല്ല സന്തോഷമുള്ളൊരു വൈബാണ്. ആ വൈബൊക്കെ കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, ഇനി അതൊക്കെ നടക്കുമല്ലേ ശരിക്കും. അപ്പം ഇപ്പം നിലവിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറ്റുന്ന ഇങ്ങനെയുള്ള 10 പേരുടെ കൂടെ ആണെങ്കിലും 2 പേരുടെ കൂടെ ആണെങ്കിലും ഒക്കെ ഒന്ന് ടൂറ് പോകാൻ പറ്റുക, ഒന്ന് കറങ്ങാൻ പോകാൻ പറ്റുക, ഇതൊക്കെയാണ് ഇപ്പം സന്തോഷമുള്ള കാര്യങ്ങൾ. അപ്പം ദൈവമായിട്ട് എനിക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു ചാൻസുകൾ ഇങ്ങനെ തരുന്നുണ്ടോ. കഴിഞ്ഞ് ഈ 2025 പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഏറ്റവും കൂടുതൽ ടൂർ പോയ വർഷമാണ് 2025. സത്യം, എത്ര എവിടെയെല്ലാം ടൂർ പോയി. എന്ന് പറഞ്ഞോണക്ക് ഇപ്പം 2026 തുടങ്ങിയപ്പോഴത്തേനും വീണ്ടും നല്ലൊരു ചാൻസ് ദൈവം കൊണ്ട് തന്നിട്ടുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാണ്ട്, ഒരാപത്തടത്തവും എത്താണ്ട് ഞങ്ങളെല്ലാവരെയും പരിപാലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചേക്കണം. പോയിട്ട് എല്ലാം കണ്ടു കേട്ട് നല്ല സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് വരാൻ പറ്റാനായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ വെള്ളിയാഴ്ച പെസഹവ്യാഴമാണ് പോകുന്നത്. വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ ഈശോ മരിച്ച ദിവസമാണ്. ഏറ്റവും സങ്കടകരമായ ദിവസമാണ്. ആ സങ്കടകരമായ ആ ഒരു ദിവസത്തിൽ തന്നെ അവിടെ ചെന്ന് എത്തുക, അവിടെ നിന്ന് പൊലിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും വേണം കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് അടുത്ത ലൈഫ് സ്റ്റോറിയൊക്കെ ആയിട്ട് വരാം. അതുവരെ ചിലപ്പോൾ ഞാൻ അവിടെ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇടുന്നത് കേട്ടോ. ലൈഫ് സ്റ്റോറി ഇഷ്ടം പോലെ ഉണ്ട് പറയാനായിട്ട്. നിങ്ങളെ ചിരിപ്പിക്കാനുള്ള കാര്യങ്ങളും ചിന്തിപ്പിക്കാനുള്ള കാര്യങ്ങളും സങ്കടപ്പെടുത്താനുള്ള കാര്യങ്ങളും ഒക്കെ ഏറെയുണ്ട്. ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓർത്ത് കുറച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇഷ്ടം പോലെയുണ്ട്. അപ്പം എല്ലാം ആയിട്ട് ഞാൻ ഇങ്ങനെ വരാം നിങ്ങളുടെ മുമ്പിലോട്ട് സന്തോഷമായിട്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും. എനിക്ക് മാത്രമല്ല, എൻ്റെ മക്കൾക്കും എല്ലാവർക്കും, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, എൻ്റെ അയൽവക്കക്കാർക്ക് നാട്ടുകാർക്കും എല്ലാവർക്കും പ്രാർത്ഥനയോളം വലിയൊരു ശക്തി ഇല്ല ശരിക്കും. ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ കൂടെ ഒന്ന് ഓർക്കണേ എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ സൗദിയിൽ നിന്ന് ഒരു മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയംകാരനാണ്. കോട്ടയം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്ഥലത്തുള്ളതാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ പുതുപ്പള്ളി. പിന്നെ മോൻ്റെ വൈഫ് മണർകാട് ഉള്ള സ്ഥലത്താണ്. അപ്പം മോള് UK അങ്ങാണ്ടാണ് ജോലി ചെയ്യുന്നത്. മോൻ പോകാനായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞു. മോനിപ്പോൾ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ചില ദിവസങ്ങളിൽ ഡ്യൂട്ടി കാരണങ്ങളൊക്കെ കൊണ്ട് ഓടിച്ചേ കാണാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ലൈഫ് സ്റ്റോറി എല്ലാം കറക്റ്റായിട്ട് തച്ചിന് കുത്തിയിരുന്ന് കാണുന്നുണ്ട് ആൾ. അതെന്നാന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്ന് തന്നെയാണ് ജോലി, അതുകൊണ്ട് കാണാറുണ്ട്. അപ്പോൾ ഈ 27ാമത്തെ പാർട്ട് 27 കണ്ടപ്പം എനിക്ക് ഒരു 3-4 ദിവസമായിട്ട് വിളിക്കണം തോന്നുന്നു. പക്ഷേ ഞാനിങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഒരു മടിയായിരുന്നു. പക്ഷേ ഈ പാർട്ട് 27 കണ്ടപ്പോൾ സിന്ധുമേനെ വിളിക്കണമെന്ന് തോന്നി. ചേച്ചിനെ വിളിക്കണം, സിന്ധുമേനല്ല കേട്ടോ, സോറി, ചേച്ചി എന്നാണ് വിളിച്ചത്. ചേച്ചിനെ വിളിക്കണമെന്ന് തോന്നി എന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നി കേട്ടോ. ഓരോ കുഞ്ഞുങ്ങൾ നമ്മളെ അറിഞ്ഞിട്ടേ സ്നേഹത്തോടെ വിളിക്കുന്നത്. എൻ്റെ ഒരു കുഞ്ഞാങ്ങളെ അങ്ങനെയുള്ള പ്രായമേ കാണത്തുള്ളൂ. എന്തായാലും പെട്ടെന്ന് തന്നെ ആ മോളുടെ അടുത്തോട്ട്, വൈഫിൻ്റെ അടുത്തോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷമായി. ശരിക്കും ചിലരൊക്കെ എന്നെ വിളിക്കുകയോ പറയുകയൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് ഉള്ളിൽ നിറച്ച് സന്തോഷമാണ് കേട്ടോ. അതുപോലെ തന്നെ കാഞ്ചാരിൽ പാലക്കടയിലുള്ള ഒരു ചേച്ചി ഇപ്പോൾ ബോംബെയിലാണ്. ആ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അടുത്ത ദിവസം പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ അവലോട്ടുണ്ടെങ്കിൽ ഇടിച്ചു പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.